ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു റെയിൻബോ മിറർ. ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് ഇൻസ്റ്റൻ്റ് ആയിട്ടും വളരെ സിമ്പിളായിട്ടും എങ്ങനെ ഒരു റാഗി ദോശ ഉണ്ടാക്കാം എന്നുള്ളൊരു റെസിപ്പിയുമായിട്ടാണ്. സോഡാപ്പൊടിയോ ഈസ്റ്റോ ഒന്നും ചേർക്കാതെ തന്നെ വളരെ എളുപ്പത്തിൽ സിമ്പിളായിട്ട് ഹെൽത്തി ആയിട്ട് നമുക്കൊരു റാഗി ദോശ ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് റാഗി പൗഡർ ചേർത്തിട്ടുണ്ട്. ഇത് എലൈറ്റിൻ്റെ റാഗി പൗഡറാണ്. അതിലേക്ക് 1/2 കപ്പ് ഗോതമ്പ് പൊടി കൂടി ചേർക്കുക. അതിൻ്റെ കൂടെ 2.5 ടേബിൾ സ്പൂൺ തൈരും ചേർക്കണം. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിച്ച് ഒരു ദോശ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസിയിൽ അരച്ചെടുക്കണം. ഞാനിവിടെ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതിനെ ഒരു ബൗളിലേക്ക് ഒഴിക്കുക. ഈ ബാറ്ററിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾ എല്ലാം ഉപയോഗിക്കാവുന്നതാണ്. ഞാനിവിടെ കുറച്ച് ക്യാരറ്റ്, ക്യാപ്സിക്കം, പകുതി തക്കാളി, കുറച്ച് മല്ലിയിലൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. പിന്നെ ഒരു ടേസ്റ്റിന് വേണ്ടി കുറച്ച് തേങ്ങ ചിരവിയതെടുത്തിട്ടുണ്ട്. ഡയറ്റൊക്കെ നോക്കുന്നവരാണെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. പിന്നെ ഈ ബാറ്ററിലേക്ക് ഇതെല്ലാം കൂടി നല്ല രീതിയിൽ മിക്സ് ചെയ്ത് യോജിപ്പിച്ച് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ 1 മണിക്കൂർ വെക്കാം, അല്ലെങ്കിൽ അരമണിക്കൂർ വെച്ചാലും മതി. ഞാൻ അടുപ്പത്ത് ഒരു ഇരുമ്പ് ദോശക്കല്ല് വെച്ചിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോൾ അതിൽ എണ്ണ തേച്ച് ഓരോ തവി ബാറ്ററായിട്ട് ഊറ്റി ദോശ ചുട്ടെടുക്കാം. നിങ്ങൾക്ക് നോൺ സ്റ്റിക്ക് പാനാ ഉള്ളതെങ്കിൽ അതേ ചുട്ടെടുത്താലും മതി. ഞാനിപ്പോൾ ഇത് ഉള്ളോണ്ട് വെച്ചതെന്നേ ഉള്ളൂ. ഇതിലാകുമ്പോൾ ഒന്നുകൂടെ നല്ല രീതിയിൽ എണ്ണയൊക്കെ തൂത്ത് നല്ല മുരിഞ്ഞ് കിട്ടും. പിന്നെ റാഗീനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് ഫൈബറിൻ്റെ കലവറയാണ്. പ്രോട്ടീൻ ഉണ്ട്, കാൽസ്യം ഉണ്ട്, അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള സാധനമാണ്. കൊളസ്ട്രോളും ഷുഗറും ഒക്കെ നമുക്ക് കുറയ്ക്കും. പിന്നെ ഇത് നമ്മൾ ഡയറ്റ് നോക്കുന്നവരാണെങ്കിൽ ഒരു ദോശയൊക്കെ കഴിക്കുമ്പോഴേ നമ്മുടെ വയറ് നിറയും. പിന്നെ നല്ല കുറേ നേരത്തേക്ക് നമുക്ക് വിശക്കാതെ നല്ല രീതിയിൽ ഇരിക്കുകയും ചെയ്യും. നമ്മൾ കുറച്ചധികം വെജിറ്റബിളൊക്കെ ചേർത്ത് ദോശ ചുടുകയാണെങ്കിൽ ഒന്നുകൂടെ നല്ല ഫില്ലിംഗ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും. നമുക്ക് പെട്ടെന്നൊന്നും വിശക്കുകയില്ല. അതാണ് ഇത് ഡയറ്റ് നോക്കുമ്പോഴുള്ള ഈ റാഗിയെ കൊണ്ടുള്ള ഉപകാരം. അയണും കാൽഷ്യവും എനർജിയൊക്കെ കിട്ടും. ഒരു ഭാഗം വെന്ത് വന്നപ്പോൾ ഞാൻ അതിനെ മറിച്ചിട്ട് നല്ല രീതിയിൽ ഒന്ന് കുറച്ച് വെച്ച് മുരിച്ചെടുക്കാം. റാഗി ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബാക്കിയുള്ള ബാറ്ററും കൂടെ നമുക്ക് ചുട്ടെടുക്കാം. ഇതിപ്പോൾ ഞാൻ എടുത്ത അതിൻ്റെ അളവ് വെച്ച് ഒരു ചെറിയ ദോശയാണെങ്കിൽ ഒരു 12-13 എണ്ണം ചുടാം. വലുതാണ് ഒരു 10 ദോശയും ചുടാം. അങ്ങനെയാണ്, ആ അളവിലാണ് ഞാൻ ഇപ്പോൾ എടുത്തേക്കുന്നത്. ഡയറ്റ് നോക്കുന്നവർക്കും ഹെൽത്ത് കോൺഷ്യസ് ആയവർക്കുമുള്ള നല്ലൊരു റെസിപ്പിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, കമൻറ്റ് ആൻഡ് ഷെയർ. ഒപ്പം നിങ്ങൾ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെയുള്ള ഓൾ എന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബായ്.